20 രൂപയ്ക്ക് ഗ്രാസ് കൊടുത്ത് വൈറലായ ഒരു കടലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ 100-150 വാങ്ങുന്ന ഗ്രാസ് വെറും 20 രൂപയ്ക്ക് കൊടുത്താണ് ഈ കട വൈറലായത്. അപ്പം ഈ പറയുമ്പോൾ ഗ്രാസ് മാത്രമല്ല, ഒരുപാട് വെറൈറ്റി ഐറ്റംസ്, അതായത് നമ്മുടെ വീടും സ്ഥാപനങ്ങളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന, വളരെ ചെറിയ പൈസക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇപ്പോഴുണ്ട്. ബ്രോ നമസ്കാരം. നമസ്കാരം. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടല്ലേ? ഒരുപാട് വെറൈറ്റീസ് ആണല്ലേ? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ മാക്സിമം കാണുന്ന കമന്റ് ചെയ്യുന്ന, മാക്സിമം ഷെയർ ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് ഉണ്ട്. അത് ഒരുപാട് പേർക്ക് ഇത്തവണ നമ്മൾ എപ്പോഴൊക്കെ വീഡിയോ എന്ന് പറഞ്ഞാലും നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് നമ്മുടെ കമന്റ് ചെയ്യുന്ന പ്രേക്ഷകർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തവണ കൊടുത്തവരെയൊക്കെ ലിസ്റ്റ് നമ്മുടെ പേജിലുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിനും അതിപ്പോ നിങ്ങൾ മാക്സിമം ഇത് കാണുക, നമ്പർ അടക്കം കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സെലക്ട് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇതുപോലുള്ള വെറൈറ്റി ഗിഫ്റ്റുകൾ. ഇപ്രാവശ്യം പ്രത്യേകത പറഞ്ഞാൽ ഏകദേശം 25,000 രൂപയുള്ള ഗിഫ്റ്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും നമ്പരും ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. 25,000 സമ്മാനം എന്ന് പറഞ്ഞാൽ 25-50 പേർക്ക്, അതിനേക്കാൾ കൂടുതൽ പേർക്കാണ് ഇത്തവണ സമ്മാനം കിട്ടാനുള്ള സാധ്യത. അപ്പൊ കമന്റ് ചെയ്തു. നമ്മൾ പലപ്പോഴും ഈ ഗ്രാസ് വാങ്ങിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഗ്രാസ് അല്ലെന്നുള്ള ഇത്തരം ഗ്രാസ് നോക്കുന്ന രീതിയിലാണ് നമ്മൾ വാങ്ങിയത്. പക്ഷെ അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ ഗ്രാസ് വാങ്ങിക്കണത് ഇല്ലേ? അപ്പൊ എന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ബ്രോ എനിക്ക് അകത്തിടാൻ വേണ്ടിയുള്ള ഗ്രാസാണ്. അപ്പൊ ഞാൻ അതിന്റെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഇപ്പൊ ബ്രോ പറഞ്ഞില്ലേ അകത്തിടാൻ, അതിന് മുമ്പ് ഞാൻ അകത്തിടുന്ന കേസാണ് നമുക്ക് 20-25 രൂപയുടെ മേടിച്ചിടാം. നമുക്കിപ്പോ പുറത്തേക്ക് ഒരു കസ്റ്റമർ വരുവാ, എനിക്ക് സ്റ്റോണിന്റെ ഇടയിലേക്ക് ഇടണം. സ്റ്റോണിന്റെ ഇടയിലേക്ക് ഇടുന്നതിന്റെ കൂടെ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്യണം. അതുകൊണ്ട് എന്റെ കൈ ഓടിക്കുമ്പോൾ ക്യാമറ ഒന്ന് അടുത്ത് വന്നു, അതാണ്ട് ഒരു തരി ഗ്യാപ്പ് കാണുന്നുണ്ടോ? ഒട്ടും കാണുന്നില്ല. കാണുന്നില്ല. പിച്ച് പറിച്ചാൽ പോലും വരത്തില്ല. ഇത് കണ്ടോ, ഒരു തരി ചൂട് കാണാത്ത ടൈപ്പ് മെറ്റീരിയൽ. അപ്പൊ പുറത്തൊക്കെ ഇടുന്ന ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല തിക്കുള്ള, പുറത്തെ വെയിലും മഴയെ സസ്റ്റെയിൻ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ വാങ്ങിക്കാം. ഇപ്പൊ ബ്രോ പറയാ എനിക്കിത് നിങ്ങളുടെ നിന്ന് മേടിച്ചിട്ടിട്ട് പോയി എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്ന കൺസേൺ ഉണ്ട്, 5 ഇയർ പേപ്പർ വാറന്റി ഉള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? ഗ്യാരണ്ടി ഉള്ള മേടിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ ഗ്യാരണ്ടി കാർഡ് ഉണ്ട്, നമ്മുടെ ബില്ലുണ്ട്, കേസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേപ്പർ വാറന്റി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഒരു ഗ്യാരണ്ടി വാലിഡ് ആവുന്ന എന്റെ മാനുഫാക്ചർ തരുമ്പോഴാണ്, അല്ലാതെ ഞാനായിട്ട് തരുമ്പോഴല്ല. അപ്പോ നമ്മൾ അത്തരത്തില് ജെന്യുവൻ ആയിട്ടുള്ള രീതിയിൽ എല്ലാ ടൈപ്പ് സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ ഈ സാധനം വാങ്ങിക്കാം. ഇപ്പൊ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പിന് പറ്റുന്നതാ. ഇതിപ്പോ കല്ലിന്റെ ഇടയിൽ ഇടുന്ന സമയത്ത് എന്താണ് ഗ്യാപ്പ് കാണും. അപ്പൊ കല്ലിന്റെ ഇടയിൽ ഇടുമ്പോൾ ഗ്യാപ്പ് കാണാത്ത ഈ സാധനം ലാൻഡ്സ്കേപ്പിന് ഏറ്റവും ബെസ്റ്റ് ആട്ടോ. കല്ലിന്റെ ഇടയിൽ ഇടാൻ ശരിക്കും 25 mm മതി, 35 വേണ്ട. അപ്പം ആൾക്കാർ പലരെയും പറ്റിക്കുന്നുണ്ട്, കല്ലിന്റെ ഇടയിൽ 35 ഇട്ട്. അങ്ങനെ ഒരു സംഗതി ഇല്ല. നമ്മുടെ ഭിത്തിയിലേക്കൊക്കെ നമ്മൾ വെച്ചുപിടിപ്പിക്കാന്നുണ്ടെങ്കിൽ പല ഭിത്തികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിലൂടെ നമുക്ക് ഈ പറയും പോലെ നിങ്ങൾ ഏറ്റവും 20 രൂപയുടെ 25 രൂപയുടെ മേടിച്ചാൽ മതി. ഇപ്പൊ ഒരു കഫേ ഡെക്കറേറ്റ് ചെയ്യാൻ, ഇൻഡോർ ജിം, ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ കുറഞ്ഞ മെറ്റീരിയൽസിലേക്ക് പോയാൽ മതി. ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ സാധാരണ ഒരിടത്ത് ചെല്ലുമ്പോൾ കസ്റ്റമർ കൊണ്ട് ഏറ്റവും കൂടി, ഇതിപ്പോ ഇവിടെ ഒരു ഓഫർ തന്നെയുണ്ട്, 50 mm ഒരു 50 രൂപയാണ് കസ്റ്റമർ റേറ്റ്. ബൾക്ക് എടുക്കുന്നവർക്കെല്ലാം മെഗാഡ് ഈ പറയുന്ന പ്രൈസിൽ നിന്നൊക്കെ വമ്പൻ ഡിസ്കൗണ്ട് ഉണ്ട്. ഇതിപ്പോ 50 mm, അതായത് ഒരു പുല്ല് തന്നെ ഏകദേശം 5 സെന്റിക്ക് മേലെ എന്തുണ്ട് ഹൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു 50 mm പോലും നമ്മൾ 50 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, GST അടക്കം കൊടുക്കുന്നത്. അത് ക്വാണ്ടിറ്റി അനുസരിച്ച് അതിന് എന്ത് വരും? ഡിസ്കൗണ്ട് കൊടുക്കും. ഇതിപ്പോ കണ്ടില്ലേ, ഒരു തരി ചോട് കാണാത്ത ടൈപ്പ് 35 mm. ലോകത്ത് ഏറ്റവും ക്വാളിറ്റി കൂടിയ മെറ്റീരിയലിലൂടെ ഉണ്ട്, ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ മെറ്റീരിയലിലൂടെ ഉണ്ട്. പിന്നെ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് വമ്പൻ ഡിസ്കൗണ്ട്. അങ്ങനെയുള്ളവർ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ പ്രൈസ് ഡിഫറൻ്റ് ആണ്. ആർട്ടിഫിഷ്യൽ പ്രൈവറ്റ് ഫെൻസ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ നമുക്ക് വേലിയായിട്ടും ഔട്ട്ഡോർ യൂസ് ചെയ്യുന്ന നല്ല വേലിയുണ്ട്. ഇതിപ്പോ കണ്ടോ, അതുകൊണ്ട് നമ്മൾ എത്ര വേണേലും എക്സ്പാൻഡ് ചെയ്യാം. നമുക്കിതിപ്പോ സീൽ ചെയ്യണേ കണ്ടോ, വേണ്ട നമുക്ക് സീൽ ചെയ്യാം, വോളിൽ സെറ്റ് ചെയ്യാം, കയറുന്ന സ്റ്റെയറിന്റെ ആ ഒരു കമ്പിയിൽ സെറ്റ് ചെയ്യാം. ഇത് ആകെ സെറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ ആ ട്വെയിൻ ആണ്. ഒരു നൂൽക്കമ്പിയോ നൂലോ അല്ലെ ഗമ്മോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് സെറ്റ്. ഇതിന്റെ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇരിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ വെർട്ടിക്കൽ ഗാർഡ്, ഇതുണ്ട്. ഒരുപാട് മോഡൽസ്. നമുക്ക് വെറും 200 തൊട്ട് മാക്സിമം 500, 600 ഇൻഡോർ ഔട്ട്ഡോർ മോഡൽ 200 എല്ലാ പ്രൈസ് റേഞ്ചിനും ഉണ്ട്. അതും വളരെ ചെറിയ വിലയ്ക്ക്. പിന്നെ ഹോൾസെയിൽ എടുക്കുന്നവർക്ക് വലിയൊരു പ്രൈസിന് എന്തുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. ആ മേലെ കണ്ട ഇഷ്ടം മാതിരി മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതേ ബ്രോ ഇരിക്കുന്ന ഒരു സാധനം കണ്ട, സെന്റർ കാർപ്പറ്റ്. അപ്പൊ ഇത് 1290 അത് 1250-299 രൂപ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ സെന്റർ കാർപ്പറ്റ് ഒക്കെ വാങ്ങാന്ന് പറയുമ്പോൾ 5000 രൂപ മേളോട്ടം നല്ല കാർപ്പറ്റിന് വില. അപ്പോൾ 5000, 6000, 10000 ഒന്നും ഇല്ലാത്ത ചില ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു കാർപ്പറ്റ് വേണം, പക്ഷെ പൈസ ഇല്ല, അല്ലെ പൈസ കുറവാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവർക്ക് ഈ സാധനം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഒത്തിരി കാലം ഉപയോഗിക്കാവുന്ന, ചെറിയ പൈസയ്ക്ക് നമുക്ക് ചെറിയ പൈസയ്ക്ക് കിട്ടുന്നു. അതനുസരിച്ച് നമ്മൾ ഈ സാധനം കൊടുക്കും. ചെറിയ പൈസ കൊടുക്കും. 1299 രൂപ, 1300 രൂപയ്ക്ക് നമ്മൾ ഈ സാധനം കൊടുക്കും. അപ്പോൾ ഏത് വീട്ടിലും ഇത് ഉപയോഗിക്കാം. മാത്രമല്ല ഇത് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഹാളിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ വളരെ രസമല്ലേ. ഹാളിൽ കളർ തന്നെ പല സെറ്റ് ഇടയ്ക്ക് സെന്റർ കാർപ്പറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാം. റിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയും 20 രൂപ മുതലുള്ള സാധനങ്ങൾ ഉണ്ടെന്നുള്ളതാ ഇല്ലേ? അതിപ്പോ സെന്റർ കാർപ്പറ്റ് ആയാലും ഇപ്പം ഏറ്റവും
ബേസ് റേഞ്ചും ഉണ്ട്, ഒരു ലക്ഷറി കസ്റ്റമർ വന്ന ബ്രാൻഡഡ് സാധനമുണ്ട്. നമുക്ക് രണ്ട് സെഗ്മെന്റ് ഉണ്ട്, എക്കണോമിക്കൽ സെഗ്മെന്റും ഉണ്ട്, പ്രീമിയം സെഗ്മെന്റും ഉണ്ട്. ഒരു കസ്റ്റമർ ഇപ്പോൾ വന്ന് അവർ ഇപ്പൊ എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു പുറത്തുള്ള റേറ്റ് അനുസരിച്ച് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും നല്ല കളർഫുൾ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒരു 1299 രൂപയ്ക്ക് എന്താണ് ഇത്ര വലിയ സൈസിൽ എവിടെയും കിട്ടത്തില്ല. ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒറിജിനൽ അല്ല എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല. ഇതുണ്ടോ, ഒറിജിനൽ അല്ല എന്ന് നമുക്ക് തോന്നത്തില്ല. കണ്ട് ഞാൻ ഒറിജിനൽ പോലെ തന്നെ ഇരിക്കും അല്ലേ. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റി ഉള്ള സാധനം, വില കുറവുണ്ട്, ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ഫാക്ടറി പോയി ചെയ്യിച്ചു കൊണ്ടുവന്ന സാധനം. അതുകൊണ്ട് നമുക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് ഇത് വിൽക്കാൻ പറ്റും. ഒരുപാട് മോഡലുണ്ട്. ഒരിക്കലും കസ്റ്റമറിന് പുറത്ത് ഒരാൾക്ക് ഈ പ്രൈസ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസ് കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉള്ളത്. ഒരുപാട് സാധനങ്ങൾ ഗോഡൌണിൽ കിടക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ ബെസ്റ്റ് സെല്ലിംഗ് സാധനങ്ങൾ മാത്രമാണ് ഈ പറയാൻ പോലെ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഏത് പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയെടുക്കാം. ഏതൊക്കെ ഒത്തിരി വെറൈറ്റി ഇല്ലേ, ഒറിജിനൽ വെല്ലുന്ന സാധനങ്ങളാണ്. ശരിക്കും റിയൽ ഉള്ള സാധനമാണെന്ന് ഞാൻ വിചാരിക്കും. അത്ര നല്ല ക്വാളിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ ചില സാധനങ്ങൾ വില ചോദിക്കുമ്പോൾ അവർ വില പറയും, പിന്നെ ബില്ലടിക്കുമ്പോഴാണ് അതിന്റെ കൂടെ ടാക്സ് കൂടെ ഒക്കെ ചേർത്ത് അടിക്കുന്നത്. നമ്മൾ ടാക്സ് അടക്കമാണ്, GST അടക്കമാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സാധനം വിറ്റ് മാറ്റാൻ പറ്റുന്നുണ്ട്. സർക്കാരിന് ടാക്സ്, കേന്ദ്ര സർക്കാരിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിൽക്കുന്ന അനുസരിച്ച് കേരള സർക്കാരിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർക്കും സന്തോഷമാണ്. വളരെ ചെറിയ പൈസക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിട്ട് മറ്റേ സാധനമാണ്. അതെ അതെ, ഞാനിപ്പോ കുറെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കാണിക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാർബർ ഷോപ്പും ബ്യൂട്ടി പാർലറും വീടും ഇതൊക്കെ എവിടെ, അതായത് ഇപ്പൊ റെന്റ് ബിൽഡിങ്ങിലൊക്കെ നമുക്ക് ഒരുപാട് ഇന്റീരിയർ മുടക്കുന്നത് ഷോപ്പുകളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരത്തിലൊരു സാധനം വരുമ്പോൾ വേണ്ട ഇതുപോലൊരു പീസ് മേടിച്ചാൽ കറക്റ്റ് മാർബിൾ ആണെന്നേ പറയൂ. ഇത് നിങ്ങൾക്ക് പറയും പോലെ പെയിന്റ് അടിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് നിങ്ങൾക്ക് സീൽ ചെയ്യാം. വേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കുക, സീൽ ചെയ്തിട്ടുണ്ട്. വേണ്ട ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. വേണ്ട ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് സ്റ്റിക്ക് ചെയ്യുക. ഇതിപ്പോ ഞാൻ എന്റെ ഡോറിനകത്ത് ഞാൻ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തതാണ്. ഇത് കണ്ടോ, ഡോറിനകത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് സ്റ്റിക്ക് ചെയ്തതാണ്. ഇതൊക്കെയെന്ന് വെച്ചാൽ വളരെ ചെറിയ പ്രൈസിൽ നമുക്ക് എന്തുണ്ട് ഇവിടെ അവൈലബിൾ ആണ്. വേണ്ട ഇതൊക്കെ സീൽ ചെയ്യാൻ പറ്റിയ വുഡ് ഫിനിഷിലൊക്കെ ഉള്ള അടിപൊളി മെറ്റീരിയൽ. ഇത് കണ്ടോ, ഇത് വലിയ സൈസ് 99 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ റിയെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പുല്ലാണ്, അത് ഗ്രാസ് ആണ് ഏറ്റവും റേറ്റ് കുറവാണ്. പക്ഷെ ഇതൊന്നും അല്ല റിയൽ ഉള്ളത്. നമ്മുടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇപ്പൊ ബ്രോ നിൽക്കുന്ന ഒരു സാധനം കണ്ട, ഒന്ന് ചാടി നോക്കിയേ. കരാട്ടെ മാറ്റില്ലേ, ഇത് കരാട്ടെ മാറ്റ്. നമ്മുടെ ജിമ്മിലും കരാട്ടെ സെന്ററിലും ഇപ്പൊ വീടുകളിലെല്ലാം കുട്ടികൾക്ക് സേഫ് ആയിട്ടൊരു കളിസ്ഥലം എന്താണ് എല്ലാവരും സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു മാറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കുട്ടികൾ ചാടിക്കളിക്കുക ഓടിക്കളിക്കുക, ഇത് വീണാൽ ഒന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഫ്ലിപ്പ് അടിക്കണേലും മറിഞ്ഞു വീണാലും ഒരു സേഫ് ആയിട്ടൊരു കളിസ്ഥലം കൊച്ചു കുട്ടികളൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ ആരെ സഹായം വേണ്ട, സെൽഫായിട്ട് സെറ്റ് ചെയ്യാം. ഗമ്മ് വേണ്ട, ഡ്രില്ല് വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് ജസ്റ്റ് ഇത് കണ്ടോ, ലോക്കിംഗ് ആണ്. ഇത് കണ്ടോ കണ്ടോ, ഈ കുട്ടികളൊക്കെ വീണിട്ടൊന്നും പറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതെ അതെ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും കണ്ടോ, ലോക്ക് ഇടുക ഇല്ലേ, എവിടെയെങ്കിലും കൊണ്ടുവരാൻ പറ്റൂല്ലേ. വർക്ക് ചെയ്തിട്ടുള്ള സൈറ്റ് എന്ന് വെച്ചാൽ അമൃത ക്യാമ്പസിന്റെ വലിയ ഏരിയ, അതുപോലുള്ള വലിയ വലിയ ബിൽഡേഴ്സിന്റെ റെപ്യൂട്ടഡ് ക്ലയൻസ്, അത് കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ, അതായത് ഹൈക്കോടതി ജഡ്ജിന്റെ വീട്ടിൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി. അപ്പം നമ്മളുടെ പ്രൊഡക്റ്റിൽ അത്രയും ക്വാളിറ്റിയും വിശ്വാസവും ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ഇതുപോലെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ എൻഡ് ക്ലയൻസിന് പോലും ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് എക്കണോമിക് സെഗ്മെന്റും ഉണ്ട്, ഹൈ എൻഡ് സെഗ്മെന്റ് ഉണ്ട്, B2B ഉണ്ട്. ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്യുന്ന B2B ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് ആർക്കാണ്? ഷോപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും. ഇതാണ് പർപ്പസ്. ഇപ്പൊ ബ്രോ നിൽക്കുന്ന സാധനം കണ്ടോ, ഇത് ലാൻഡ്സ്കേപ്പിന് പറ്റും, പക്ഷെ സ്റ്റോണിന്റെ ഇടയിൽ എന്തില്ല, ഇടാൻ പറ്റത്തില്ല. കാര്യം മുറിക്കുന്ന സമയത്ത് എന്ത് കാണും, ഗ്യാപ്പ് കാണും. അപ്പൊ സ്റ്റോണിന്റെ ഇടയിൽ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഞെരുക്കമുള്ള നല്ല സാധനങ്ങൾ അത് ഈ വർക്ക് ചെയ്യുന്നവർക്കും എഞ്ചിനീയേഴ്സിനും മറ്റു കടകളിലാർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മളുടെ കേസിൽ ഇപ്പൊ ഓരോ സംഗതികൾ അഗ്രഗണ്യർ അല്ലെ എക്സ്പെർട്ട് ആയിട്ടുള്ളൂ. ഈ ഒരു കേസിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്, ബെസ്റ്റിൽ ബെസ്റ്റ് ആണ്.